ഈ സെഷനിൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് പൈറുവിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനേറോബിക് കണ്ടീഷനിലാണെങ്കിൽ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കും? എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ ദാറ്റ് വിൽ എൻ്റർ ഇൻ ടു മൈറ്റോകോൺട്രിയ ആൻഡ് ഇറ്റ് വിൽ ഡു ദ ക്രെബ്സ് സൈക്കിൾ. അത് അനേറോബിക് കണ്ടീഷനിൽ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉള്ള കണ്ടീഷനിൽ, അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷനിൽ നടക്കേണ്ട ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ that will undergo two types of fermentation. ഒന്ന് lactic acid fermentation, ഒന്ന് alcoholic fermentation ആണ്. Lactic acid fermentation ഒക്കെ സാധാരണ നടക്കുന്ന നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലൊക്കെ സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാതെ കിതപ്പ് ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മൾ വല്ലാതെ കിതയ്ക്കും, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും ഡീപ്പായിട്ടും ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കെലിറ്റൽ മസിൽസിന് എനർജി റിക്വയർമെന്റ് ഒരുപാട് കൂടുതലാണ് മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ എനർജി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്പിറേഷൻ നടക്കേണ്ടി വരും മസ്കുലർ സെൽസിൽ. അപ്പോൾ ആ മസിൽ സെൽസിൽ വേണ്ട റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ? ഫാസ്റ്റ് റെസ്പിറേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓക്സിജന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, ആ ഓക്സിജന്റെ റിക്വയർമെന്റ് അവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അന്നേരത്തേക്കുള്ള എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തേ പറ്റുള്ളൂ. അതായത് അനേറോബിക് ബ്രേക്ക് ഡൗൺ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുക. അതായത് പൈറുവിക് ആസിഡ് ഉണ്ടായി അത് അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല. പൈറുവിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ടോക്സിക് പ്രോഡക്റ്റ്. ആ പൈറുവിക് ആസിഡ് ടോക്സിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ പൈറുവിക് ആസിഡ് ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ലാക്റ്റിക് ആസിഡ് ഓർ ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന സാധാരണ സ്കെലിറ്റൽ മസിൽസിലാന്ന് പറഞ്ഞു. ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. 2 പൈറുവിക് ആസിഡ് ആണ് ഒരു ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് 2 പൈറുവിക് ആസിഡ് ആണ് ഒരു ഗ്ലൂക്കോസിൽ നിന്നുണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ്. അത് 2 പൈറുവിക് ആസിഡ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ അതിന്റെ അകത്ത് കോഎൻസൈംസ് അല്ലെങ്കിൽ കോഫാക്ടർ ആണ് FMN ആൻഡ് ZN2+. FMN ഈസ് നത്തിങ് ബട്ട് ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡ്. റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന വിറ്റാമിനിൽ നിന്ന് ഉള്ള ഡെറിവേറ്റീവ് ആണ് ഫ്ലേവിൻ മോണോന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിങ്കു ആണ് അതിന്റെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 2 NADH it will be converted to 2 NAD+. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ see here this pyruvic acid, it is oxidized, it is converting to lactic acid by a reduction reaction. അവിടെ reduce ചെയ്തിട്ടാണ് ആരായിട്ട് മാറുന്നത്? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ somebody has to be oxidized here. അവിടെ ഓൾറെഡി നമ്മൾ റെഡ്യൂസിങ് പവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന NADH അല്ലെ, നമ്മുടെ ഹൈ എനർജി കോമ്പൗണ്ട് ആയിരുന്നു. പക്ഷെ ആ ഹൈ എനർജി കോമ്പൗണ്ടിനെ എടുക്കേണ്ടി വന്നു ഫോർ ദ കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു lactic acid. So here pyruvic acid is a 3-carbon compound, lactic acid is also 3-carbon compound. It is undergoing in the process of dehydrogenase enzyme, because dehydrogenase enzyme it will help in oxidation reduction reaction. Here pyruvic acid it is undergoing reduction reaction to lactic acid. Lactic acid is also a 3-carbon compound, and we can see by using 2 NADH. NADH is undergoing oxidation to become as NAD+. അപ്പോൾ ആ NADH ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് സ്റ്റിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 36 കിലോ കാലറി എനർജിയാണ്, ഹീറ്റ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ആ 36 കിലോ കാലറി എനർജി കൊണ്ട് 8.15 കിലോ കാലറി എനർജി ഉള്ള 2 ATP മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 ATP molecules will be synthesized in this reaction. So lactic acid fermentation in which we can see the final product is lactic acid and 2 ATP molecule. Lactic acid and 2 ATP molecule. ഇത് എവിടെ നടക്കുക? സ്കെലിറ്റൽ മസിൽസിനാണ് സാധാരണ നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽ ഫറ്റീഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് മസിൽ ടയേർഡ് ആവുന്ന ഒരു അവസ്ഥ വരില്ലേ ലാക്റ്റിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട്. ഈ ലാക്റ്റിക് ആസിഡ് പതുക്കെ റിമൂവ് ആയി പോകണം. അതാണ് നമുക്ക് മസിലിന് അങ്ങനെ ഒരു പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സമയം എടുക്കാതെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. So that is one type of fermentation which occurs in the absence of oxygen, that is occurring in the skeletal muscle. Next one is alcohol fermentation. Alcohol fermentation നടക്കുന്ന സാധാരണ ഈ ചെറിയ ഓർഗാനിസത്തിൽ like yeast like organisms where in the presence of certain enzyme as zymase ന്റെ പ്രസൻസിലൊക്കെയാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്നത്. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 പൈറുവിക് ആസിഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് അസറ്റാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Their decarboxylation reaction occurs. അതായത്
പൈറുവിക് ആസിഡിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇതിനകത്ത് അസിറ്റാൽഡിഹൈഡിനകത്ത് 2 കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പൊ 3 കാർബൺ ആറ്റത്തിൽ ഓരോ കാർബൺ ആറ്റം കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിൽ ലിബറേറ്റ് ചെയ്ത് പോകും. സോ ഹിയർ വി ക്യാൻ സേ 2 molecules of pyruvic acid in the presence of an enzyme pyruvate decarboxylase enzyme. Decarboxylation, removing the carbon dioxide by removing 2 carbon dioxide from each 2 pyruvic acid. 2 carbon dioxide 2 pyruvic acid in the remove ചെയ്ത് 2 molecule acetaldehyde, that is a 2 carbon compound, it will be formed. ആ acetaldehyde in the presence of alcohol dehydrogenase, it will be converted to ethyl alcohol. Acetaldehyde ne reduce cheyippikkum endayite ethyl alcohol in the presence of alcohol dehydrogenase enzyme. Dehydrogenation reaction it occurs. There we can see the 2 NADH molecule is undergoing oxidation and it is becoming 2 NAD+. ഇതിന്റെ കേസിൽ 36 കിലോ കാലറി എനർജി ഉണ്ടാക്കുന്ന ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ വെച്ച് ഇതിന്റെ കേസിൽ 59 കിലോ കാലറി എനർജി വിൽ ബി പ്രൊഡ്യൂസ്. 56 അല്ല, 59 കിലോ കാലറി എനർജി വിൽ ബി പ്രൊഡ്യൂസ്. ആൻഡ് ദിസ് 59 കിലോ കാലറി എനർജി അത് നമ്മൾ ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഈ 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലിബറേഷൻ അല്ല, കംപ്ലീറ്റ് ഗ്ലൈക്കോളിസിസിൽ നിന്നുണ്ടാകുന്ന എനർജിയാണ് കേട്ടോ. കംപ്ലീറ്റ് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് 59 കിലോ കാലറി ആയിരിക്കും. അത്രയും ഹീറ്റ് എനർജി വെച്ചിട്ട് 2 ATP മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യുള്ളൂ. എത്ര വീതം എനർജി ഉള്ള 8.15 കിലോ കാലറി എനർജി ഉള്ള 2 ATP മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്ന ലോവർ ഓർഗാനിസത്തിലാണ്. സൈമേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. 2 സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പും ഒന്ന് ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പും ആണ്. രണ്ടിനകത്തും ഈ പറയുന്ന ഒന്നില് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്നില് NADH നെ NAD+ ആക്കി കൺവേർട്ട് ചെയ്യും. അതുപോലെ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ നമുക്ക് കാണാം NADH നെ എടുക്കുന്നത്. സോ ഹൈ എനർജി കോമ്പൗണ്ട് വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്ലൈക്കോളിസിസ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഫെർമെന്റേഷൻ പ്രോസസ്. പക്ഷേ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സിൽ അത് എടുക്കുന്ന പോലെ നമ്മൾ എയറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ NADH നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന ഒരു പ്രോസസ്സ് ശരിക്കും ഫെർമെന്റേഷൻ പൈറുവിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഫെർമെന്റേഷൻ പ്രോസസ്സ് നടന്നില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആണെങ്കിലും ആ NADH നെ നമുക്ക് ATP മോളിക്യൂൾ ആയിട്ട് മാറ്റാമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പൈറുവിക് ആസിഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി എക്സ്പെൻസ് പ്രോസസ്സ് തന്നെയാണ്. അവിടെ നമ്മളൊരു ഹൈ എനർജി പ്രോഡക്റ്റ് ആസ് NADH ഈസ് യൂസ്ഡ്. ഓക്കെ, അതുപോലെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്നത് ഇപ്പൊ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ അതിന്റെ മീഡിയയില് ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ മാക്സിമം 13% വരെയൊക്കെ വരാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഹൈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ബിവറേജസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഡ്യൂ ടു ഡിസ്റ്റിലേഷൻ. നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളതിനെ കോൺസെൻട്രേഷൻ ചെയ്യിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഹൈ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റ് ആയിട്ടാ. അതല്ലെങ്കിൽ അത് എത്രയാണ് 13% വരെ മാക്സിമം അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാനുള്ളത് എയറോബിക് റെസ്പിറേഷൻ ആണ്. എയറോബിക് റെസ്പിറേഷൻ it occurs in the presence of oxygen after entering this pyruvic acid in another form to mitochondria. There in the presence of oxygen, each 3 carbon compound it will be cut into one carbon dioxide and water molecule, and it is liberating maximum energy there that we have to study in the next session.